അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താ പറയുക, ഈ ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ലെറ്ററിങ്ങും കാര്യങ്ങളും മറ്റൊരു സിസ്റ്റത്തിനകത്തേക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും ആവശ്യമായിട്ട് വരുന്നത്. ലൈക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഏരിയൽ എന്ന് പറയുന്ന ഒരു ഫോണ്ടിലാണ് ഞാൻ എൻ്റെ ഫയൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, ഡോക്യുമെൻ്റ് ഫയൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും സിസ്റ്റത്തിലേക്ക് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏരിയൽ ഫോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഡബിൾ ആയിട്ടുള്ള മറ്റ് ഫോമുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ സോഫ്റ്റ്വെയർസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നത് ഈ ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ്സ് ആണ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തെ ഓരോ കീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീവേഡുകളും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു രീതിയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഭാഗമാണിത്. ഇതിൻ്റെ തന്നെ സപ്പോർട്ടിംഗ് ഭാഗമാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റം കൃത്യമായിട്ട് പഠിച്ചാലാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിനകത്ത് നമ്പർ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻസിൻ്റെയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് വരാറുണ്ട്. റെയർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴെങ്കിലും വരാറുണ്ട്. അത് ചിലപ്പം ബൈനറി ടു ഡെസിമൽ ആവാം, അല്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി ആവാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒക്ടൽ കൺവേർഷൻസ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ അവൈലബിൾ ആക്കാം, അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന രീതിയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ് എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് ആദ്യമേ പഠിക്കാനുള്ള കണ്ടന്റാണ് എന്താണ് ബിറ്റ് എന്നുള്ളത്. ഇപ്പോൾ ബിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ബിറ്റ്. ഓക്കെ, ബൈനറി ഡിജിറ്റ് എന്ന് എഴുതുന്നതിൻ്റെ ഷോർട്ടാണ് ബിറ്റ് എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ബിറ്റ് ഈസ് ദി അക്രനൈം ഓഫ് എന്നുള്ള രീതിയിൽ ഒരു PYQ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ അക്രനൈമാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യണേ. ഇനി ക്ലൗഡ് ഇ ഷാനൻ ആണ് ആദ്യമായിട്ട് ബിറ്റ് എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലൗഡ് ഇ ഷാനൻ ആണ്. ഇനി ഏറ്റവും സ്മോളസ്റ്റ് മെമ്മറി എന്താണ് ബിറ്റ് എന്നാണ് ഇനി ഡിഫൈൻ ചെയ്യാനായിട്ട് പോണത്. അതായത് കമ്പ്യൂട്ടറിനകത്തെ ഏറ്റവും സ്മോളസ്റ്റ് മെമ്മറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബിറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് ഈസ് ദ സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ്. അത് തന്നെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നതിൻ്റെ അക്രനേമാണ്. എന്താണ് ബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ബൈനറി ഡിജിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറിയാണ്. ആൻഡ് അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ബിറ്റിൻ്റെ എമൗണ്ട്, ഇപ്പോൾ 8 ബിറ്റ് 16 ബിറ്റ് എന്നൊക്കെ പറയുന്നത്, ആ ഒരു എമൗണ്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് ഇൻഡിക്കേറ്റ് കപ്പാസിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ. കപ്പാസിറ്റി ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത് ഓർത്തിരിക്കുക. ബിറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബിറ്റ് ഈസ് റിലേറ്റഡ് ടു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ സ്ലൈഡ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ഓരോ ക്യാരക്ടറിനെയും, ആൽഫബറ്റ് ആവാം, ഡിജിറ്റ് ആവാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം, അതിനെയെല്ലാം തന്നെ 1 and 0 കോമ്പിനേഷൻസിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ഒരു കോഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ? നമ്മളുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് ആകെ എന്താ ഉള്ളൂ? മെഷീൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്താണ് ബൈനറി ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്താണ് ലോ. ഈ ബൈനറി ലാംഗ്വേജിന് തന്നെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതിനെ തന്നെയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് 1 ഉം 0, ബൈനറിക്കകത്ത് 1 ഉം 0 ഉം മാത്രമാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള, നമ്മൾ പറയുന്ന എല്ലാ അക്ഷരങ്ങളെയും അക്കങ്ങളെയും ചിഹ്നങ്ങളെയും ഒക്കെ എന്തിലേക്ക് മാറ്റണം? 1 and 0 എന്ന് പറയുന്ന യുണീക്ക് കോഡിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ആൻഡ് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ
കാര്യങ്ങളാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ കോഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി പൊസിഷൻസിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഈ 1 ആൻഡ് 0 ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡൈസേഷൻ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ചെറുതാണ് ആൻഡ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ബൈനറി കോഡിംഗ് അല്ലെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ. അതിനാണ് ഞാൻ ആദ്യമേ പഠിപ്പിച്ചിട്ടുള്ളത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആൻഡ് ഡെസിമൽ ടു ബൈനറി. കൂടുതലും BCD വരുന്നത് ബൈനറി കോഡഡ് ഡെസിമൽ, ഡെസിമലിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പേഴ്സ് ആണ് വരിക. അപ്പം ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് കൺവേർഷൻസിന്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഇനി ഏതൊക്കെ ടൈപ്പ് ഡാറ്റ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പേരുകളും അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുന്ന് വരുന്ന ഏറ്റവും സിംപിളസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഓരോന്നിന്റെയും എക്സ്പാൻഡഡ് വേർഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ എന്നുള്ളതിന്റെ ഷോർട്ട് ആണ് BCD. ASCII എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ASCII എന്ന് പറയുന്നത് എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് ASCII. ഇനി EBCDIC ഉണ്ട്. EBCDIC എന്താണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡാണ് EBCDIC എന്ന് പറയുന്നത്. ഇനി ISCI ഉണ്ട്. അതെന്താണ്? ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി, ഇന്ത്യയിലെ ഭാഷകൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ്സ് ആണ് ISCI എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. പിന്നെ യൂണിവേഴ്സലി നമ്മൾ വളരെ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പൊ നമ്മൾ കറന്റ് ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് യൂണിക്കോഡ്. ക്ലിയർ ആണോ? നിങ്ങളെ റിപ്ലൈ ചെയ്യണം കേട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ക്ലാസ്സിൽ കയറിയിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ വരും. സോ ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഇവിടുന്ന് ചോദിക്കാവുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് ആയിട്ട് വരാം. BCDയുടെ ഫുൾ ഫോം എന്താണ്, ASCIIയുടെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ ASCII എന്താണ്, അതുപോലെ തന്നെ EBCDICന്റെ ഫുൾ ഫോം എന്താണ്. ഇതൊക്കെ PYQs ആണ്. ഇതൊക്കെ പണ്ടോട്ടേയുള്ള PYQs ആണ്. ഇത് രണ്ടെണ്ണം വരുന്നത്. പിന്നെ ഇതും പണ്ടോട്ടേയുള്ള PYQs ആണ്. സോ ബൈനറി കോഡഡ് ഡെസിമലിന്റെ ഷോർട്ട് ആണ് BCD. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ചിന്റെ ഷോർട്ട് ആണ് ASCII. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡിന്റെ ഷോർട്ട് ആണ് EBCDIC. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ചിന്റെ ഷോർട്ട് ആണ് ISCI. ദെൻ യൂണിവേഴ്സലി യൂസ്ഡ് യൂണിക്കോഡ് ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ്സ് ഉള്ളത്. ഇനി ഓരോന്ന് നമ്മൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോണത്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് ബൈനറി കോഡഡ് ഡെസിമൽ അഥവാ BCD. സോ ഇതെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെസിമൽ ആണ് നമ്മൾ സാധാരണ മനുഷ്യൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ളതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്തുള്ള ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് മാറ്റുന്നതാണ് ബൈനറി കോഡഡ് ഡെസിമൽ. ക്ലിയർ ആണോ? ഡെസിമലിനെയാണ് ബൈനറിയിലേക്ക് മാറ്റുന്നത്. നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്തെ ഓരോ ഡിജിറ്റിനെയും, എവറി ഡിജിറ്റ് എന്നുള്ളതാണ്. സോ അതിനെ ബൈനറിയിലേക്ക് മാറ്റുന്നതാണ് എന്ത്? BCD എന്ന് പറയുന്നത്. ഇത് 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിന്റെ സൈസ് നോക്കുക, 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. IBM ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ബൈനറി കോഡഡ് ഡെസിമൽ എന്നുള്ളതിന്റെ ഷോർട്ട് ആണ് BCD. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്തെ എല്ലാ ഡിജിറ്റിനെയും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ. 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻസ് ആണ്. പിന്നെന്താണ്? IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നുള്ളതാണ് IBMന്റെ ഫുൾ ഫോം വരുന്നത്. സോ IBM കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ആണ് ASCII. ASCII എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതിന്റെ ഷോർട്ട് ആണ് ASCII. 2 തരത്തിലുണ്ട്. 7 ബിറ്റ് ASCII, അതുപോലെ തന്നെ 8 ബിറ്റ് ASCII. ഇതുമായിട്ട് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കാര്യങ്ങളെ വരുള്ളൂ. ഇതിന്റെ കൂടുതൽ പഠിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കൺവേർഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വൈസ് അല്ലെങ്കിൽ സിലബസ് വൈസ് നോക്കുന്ന സമയത്ത് ഇതിന്റെ കൺവേർഷൻസ് രീതിയിൽ അത്രയും ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയി പഠിക്കേണ്ടതായിട്ടില്ല. ഇവിടെയൊക്കെ ഒന്ന് സർഫസ് സ്റ്റഡി മാത്രം നടത്തിയാൽ മതി. എത്ര ബിറ്റ്
ബിറ്റ് ഉണ്ട്, അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ASCII 7 ബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 7 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് 2⁷ എന്ന് പറയുമ്പോൾ 7 ബിറ്റ് 2⁷ എന്ന് പറയുമ്പോൾ 0 മുതൽ 127 മൊത്തം എത്രയുണ്ട്? 128 യുണീക്ക് സിമ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ 7 ബിറ്റ് എന്ന് പറയുന്നത് അതിന്റെ സൈസ് ആണ്. സോ 7 ബിറ്റ് ചെയ്യുന്ന സമയത്ത് 2⁻n എന്നുള്ളതാണ് കൊടുക്കുക. വേർ n is any integer. സോ ഇവിടുത്തെ n എന്ന് പറയുന്നത് 7 ആണ്. സോ 2⁷ എന്ന് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടാൻ 128 ആണ്. അതായത് 128 യുണീക്ക് സിമ്പിൾസ് ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ് ഫ്രം 0. നമ്മൾ കമ്പ്യൂട്ടർ എണ്ണി തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. 0 to 127 വരെ എന്ന് പറയുമ്പോൾ ടോട്ടല് 128 യുണീക്ക് സിമ്പിൾസ് ASCII 7 ബിറ്റ് കോഡിൽ ഉണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ASCII 8 ബിറ്റിലാണെന്നുണ്ടെങ്കിൽ 8 ബിറ്റിലുള്ളതാണെന്നുണ്ടെങ്കിൽ 2⁸ ആണ് വരിക. അപ്പൊ ഈ 128ന്റെ എന്ത് വരും? ഇരട്ടി വരും. 128ന്റെ ഇരട്ടിയാണ് 256. അതായത് 2⁻7 × 2 ആണ് വരിക. അപ്പം 2⁻7 എന്ന് പറയുന്നത് 128 ആണ്. × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 256 കിട്ടുക. അല്ലെങ്കിൽ വാല്യൂ തന്നെ പഠിച്ചു വെച്ചേക്കുക. സോ എന്താണ്? 0 മുതൽ 255 ക്യാരക്ടേഴ്സ് ആണ്, യുണീക്ക് സിമ്പിൾസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് 256 യുണീക്ക് സിമ്പിൾസ് വരുന്നത്. സോ ASCII 7 ബിറ്റിനെ കുറിച്ചും 8 ബിറ്റിനെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടോ? ASCII 7 ബിറ്റിനകത്ത് 7 ബിറ്റ് റെപ്രസെന്റേഷൻസ് ആണ്. 2⁻7 ആണ് അതിന്റെ ടോട്ടൽ സിമ്പിൾ വരിക. 2⁻7 എന്ന് പറയുന്നത് 128 യുണീക്ക് സിമ്പിൾ ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി ASCII 8-നകത്താണെങ്കിൽ 8 ബിറ്റ് റെപ്രസെന്റേഷൻസ് ആണ്. സോ 2⁸ എന്നുള്ളത് വരും. 2⁸ എന്ന് പറയുന്നത് 256 ആണ്. സോ 0 to 255 യുണീക്ക് സിമ്പിൾസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ 256 ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾ വരുന്നത്. ക്ലിയർ ആണോ? ASCII ക്ലിയർ ആണോ? ഓക്കെ, ദെൻ വരുന്നതാണ് EBCDIC എന്ന് പറയുന്നത്. EBCDICന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. EBCDIC ഇന്റർചേഞ്ച് കോഡ് എന്നുണ്ട്. സോ അതിവിടെ ഉപയോഗിക്കുന്നത് 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ, EBCDICനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ISCI. ISCI എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. അവിടെയും 8 ബിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഡെവലപ്പ് ചെയ്തത് CDAC ആണ്. ഓക്കെ, CDACന്റെ കഥകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ CDAC മെയിൻലി നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1992 ആ ഒരു സമയങ്ങളിലൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. പരം സീരീസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് CDAC-ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. സോ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എനേബിൾ ആയിട്ടുള്ള ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് CDAC ആണ്. 12 ഭാഷകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ്. അതിൽ മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, ഗുർമുഖി, ബംഗാളി. ഇതിൽ മെയിൻ ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മലയാളം, ഹിന്ദി, തമിഴ് ഇടയ്ക്ക് എവിടെയോ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലാണ്. അത് ഈ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ അതോ JPA ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് കൺഫേം അല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഭാഷ ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ ഉള്ള ഭാഷയിൽ പ്രധാനപ്പെട്ടുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇന്ത്യയിലെ ഭാഷകൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. CDAC ആണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 12 ഭാഷകളിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് റെസ്പോണ്ട് ഇല്ലല്ലോ? ഓക്കെ, ദെൻ അവസാനത്തേതാണ് യുണീക്ക് കോഡ് എന്ന് പറയുന്നത്. ഏതാണ്? ISCI ആണോ? അതായത് ഇന്ത്യയിലെ ഭാഷകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ റെപ്രസെന്റേഷൻ കോഡാണ് ISCI. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. 8 ബിറ്റ് റെപ്രസെന്റേഷൻസ് ആണ്. അപ്പോൾ 8 ബിറ്റ് റെപ്രസെന്റേഷൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. 2⁸8 256 എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള റെപ്രസെന്റേഷൻസ് ആണ് വരുന്നത്. ഇനി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് CDAC ആണ്. 12 ഭാഷകളിൽ അവൈലബിൾ ആണ്.
അതിലെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്റ്റ് നോക്കേണ്ടതായിട്ടുള്ള ഭാഷകളാണ് ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, ഗുർമുഖി, ബംഗാളി പോലെയുള്ള 12 ഭാഷകളിലായിട്ടാണ് ഇസ്കി അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മളുടെ കീബോർഡിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആൽഫബറ്റിനെയും നമ്പേഴ്സിനെയും എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ എല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ കോഡ്. ഡാറ്റേനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കോഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ ഒന്നാണ് ഇസ്കി. അത് ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സീഡാക്ക് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. യൂണിക്കോഡ് ഇന്റർനാഷണൽ കോഡിംഗ് സിസ്റ്റം ആണ്. വൈഡ്ലി ഓർ ഇന്റർനാഷണലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കോഡിംഗ് സിസ്റ്റം ആണ്. 16 ബിറ്റ് റെപ്രസെൻറ്റേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിൽ ഓരോ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ പഠിക്കാനുള്ളതുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതായിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ പിന്നെ ഈ സീഡാക്കിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സീഡാക്കിൻ്റെ ഫുൾ ഫോം ആണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. 1988 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ടുള്ളത് പൂനെയാണ്, മഹാരാഷ്ട്രയിൽ. ഇനി ഫസ്റ്റ് ഡയറക്ടർ വിജയ് പി ബഡ്കർ ആണ്. വിജയ് പി ബഡ്കറിനെയാണ് നമ്മൾ എന്തെന്നാ പറയണേ, ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ അല്ലെ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ബഡ്കർ ആണ്. സീഡാക്കിന്റെ ഫസ്റ്റ് ഡയറക്ടർ ആയിരുന്നു വിജയ് പി ബഡ്കർ. പിന്നെ ഓക്കെ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിലാണ് സീഡാക്ക് വരുന്നത്. അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബോസ് എന്ന് പറയുന്നത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ആണ്. അതായത് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള, ഇന്ത്യയിൽ വേണ്ടിയിട്ടുള്ള, ലൈക്ക് നമ്മളുടെ വിൻഡോസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സീഡാക്ക് ആണ്. ഇൻസ്ക്രിപ്റ്റ്, നമ്മളിപ്പോൾ പഠിച്ച ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടിയിട്ടുള്ള കീബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സീഡാക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ പരം എന്ന് പറയുന്നത് നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് സീരീസ് ആണ് പരം സീരീസുകൾ വരുന്നത്. അപ്പോൾ പരം എന്ന് പറയുന്നത് പാരലൽ മെഷീൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അതിന്റെ അക്രോണിം ആണ് പരം. സുപ്രീം എന്നുള്ളതൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആൻഡ് സീഡാക്ക് എന്ന് പറയുന്ന ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രവർത്തനത്തിന് കാരണമാകുന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ക്രേ XMP14 എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അമേരിക്കൻ ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ന്യൂക്ലിയർ റിസർച്ചുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് അന്ന് ആ ഒരു 1987-6 സമയത്ത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടിങ് അമേരിക്ക നിർത്തിവെക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് നിർത്തിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ IT പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് സീഡാക്ക് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവുന്നത്. ആൻഡ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് ഓൾമോസ്റ്റ് അവരൊരു 1991 ആ ഒരു സമയത്ത് തന്നെ അവർ അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു, ഫസ്റ്റ് പരം മെഷീൻസ് ഒക്കെ. പിന്നെ ഇതുപോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കീബോർഡ് ലേഔട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇന്നും സീഡാക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ മേക്കിംഗ് എല്ലാം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ആയിരുന്നു വിജയ് പി ബഡ്കർ എന്ന് പറയുന്നത്. വിജയ് പി ബഡ്കറിനെ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നുള്ളതാണ്. അതിന് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് ക്രേ XMP14. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? പരമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ഓക്കെ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ ഒരു പവർ ഇഷ്യൂ ഉണ്ട്. വൈകുന്നേരം മഴയും ഇടിയൊക്കെ വന്നതുകൊണ്ട് കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്കൊന്ന് വന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ലൈവ് ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇട്ടത്. അത് കഴിഞ്ഞൊരു 8-10 ആയപ്പോൾ പിന്നെയും പോയി. സോ നമുക്ക് പവറിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് 9 മണിക്കുള്ള ക്ലാസ് ഞാൻ കൊടുക്കണില്ല. ഇന്ന് നമ്മളില്ല. അതിന് പകരം ഈ കറണ്ട് വരുമ്പോൾ ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആക്കാം. പിന്നെ അതിൻ്റെ ഫയൽ കറസ്പോണ്ടിങ് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.